ചിത്രകലാജാഥ 2015 നാട്ടുപച്ചക്ക് ഇവിടെ നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറയുകയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു 4 പതിറ്റാണ്ടോളമായിട്ട് ശാസ്ത്രകലാജാഥകൾ വിവിധ കാലഘട്ടങ്ങളിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിരവധി കലാജാഥകൾ വന്നുപോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇത്. എല്ലാ ഗ്രാമീണ മേഖലകളിലും എല്ലാ നാട്ടുമുക്കുകളിലും കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പരിഷത്തിന്റെ കലാജാഥകൾ വന്നുപോയിട്ടുണ്ട്. പരിഷത്തിനെ നമുക്ക് വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളിലൂടെ അറിയാം. വിദ്യാഭ്യാസ മേഖലയുടെ അതിൽ പരിഷത്ത് നൽകിയ സംഭാവനകൾ, ആരോഗ്യ മേഖലയിൽ ജനകീയാരോഗ്യ മേഖലയിൽ നൽകിയ സംഭാവനകൾ, അതുപോലെ തന്നെ ജനകീയാസൂത്രണം വികേന്ദ്രീകൃതാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ, സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ, വീട്ടിലെ ഊർജ്ജ സംരക്ഷണ ഉപാധികളായിട്ടുള്ള പരിഷത്ത് അടുപ്പുകളുടെ പ്രചരണത്തിലൂടെ, ചൂടാറാപ്പെട്ടിയുടെ പ്രചരണത്തിലൂടെ, ഇപ്പൊ ഈ കലാജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുസ്തക പ്രചരണത്തിലൂടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ നടത്തുന്ന പരിഷത്തിന്റെ നിലപാടുകൾ, ശരിയായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പരിഷത്ത് ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങളാണ്. അടുപ്പുകളായാലും ചൂടാറാപ്പെട്ടിയായാലും പുസ്തകങ്ങളായാലും ലഘുലേഖകളായാലും വാഹന ജാഥകളായാലും മറ്റെന്ത് പരിപാടിയാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരിൽ ആ അറിവിന്റെ വെളിച്ചം എത്തിക്കുക എന്നുള്ളത് പരിഷത്ത് കുറെ കാലമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള കടമയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ കലാജാഥകളിലൂടെ, കല എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതത് കാലങ്ങളിൽ നടന്നിട്ടുള്ള നമ്മളെക്കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ചുമാണ്. നമ്മളെക്കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ചും പറയുന്നത് അതിനെ പറ്റിയിട്ട് ഒരു ബഹുജന വിദ്യാഭ്യാസ പരിപാടിയായി കലാജാഥയെ വളർത്തുകയും ആ കലാജാഥ അത്തരത്തിൽ ഒരു വലിയ ബഹുജന പ്രസ്ഥാനമായിട്ട്, ബഹുജന വിദ്യാഭ്യാസ പരിപാടിയായിട്ട് മാറുകയും ചെയ്തത് കേരളം കണ്ടതാണ്. എന്നും ചൂഷണങ്ങളെയും ചൂഷകരെയും തിരിച്ചറിയുന്നതിനും അവർക്ക് എതിരായിട്ടുള്ള അത്തരം ചൂഷകരും ചൂഷണങ്ങളും മൂലം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട നന്മകളെ, അതുപോലെ നമ്മുടെ നാട്ടുപച്ചകളെ വീണ്ടെടുക്കുന്നതിനുള്ള പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരുക, അവർക്ക് സമരായുധം നൽകുക, അറിവിന്റെ ആയുധം നൽകുക എന്നുള്ള കടമയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാജാഥയിലൂടെ നിർവഹിച്ചു വരുന്നത്. ഞാൻ ഈ കലാജാഥയെ കുറിച്ച് പറയല്ല, ഈ കലാജാഥയുടെ പശ്ചാത്തലത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 51ാം സംസ്ഥാന വാർഷികം കാസർഗോഡ് ജില്ലയിൽ ഉദിനൂരിൽ നടന്നപ്പോൾ അതില് വന്നിട്ടുള്ള ചില പ്രമേയങ്ങളിൽ വളരെ ആവേശപൂർവ്വം ആ സമ്മേളനം സ്വീകരിച്ചിട്ടുള്ള പ്രമേയങ്ങളിൽ ഒന്നാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കണം, അങ്ങനെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കണം എന്നുള്ള പ്രമേയം. അതിന്റെ കാരണം നമ്മൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പറയാറുണ്ട്, കേരളം സംസ്കാര സമ്പന്നരുടെ നാടാണ്, വിദ്യാസമ്പന്നരുടെ നാടാണ്. എങ്കിൽ പോലും ഇന്ന് നമ്മുടെ നാട്ടിലിറങ്ങുന്ന എല്ലാ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളിലെ എല്ലാ ന്യൂസ് ബുള്ളറ്റിനുകളിലും ആൾദൈവങ്ങളുടെ അല്ലെങ്കിൽ ദിവ്യാത്ഭുത അവകാശപ്പെടുന്ന ആളുകളുടെ, ദിവ്യാത്ഭുത തട്ടിപ്പുകളുടെ ഒക്കെ ഇരകളായിട്ട് സ്വന്തം ജീവനും സ്വത്തിനും നാശം സംഭവിക്കുന്ന മലയാളികളുടെ വാർത്തകളില്ലാത്ത പത്രങ്ങളും ന്യൂസ് ബുള്ളറ്റിനുകളും ഇന്ന് വളരെ കുറവാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നവോത്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത്തരം മൂല്യങ്ങളിലൂടെ വികസിച്ചു വന്ന കേരളത്തിന്റെ സംസ്കാരം ഒരു തിരിഞ്ഞടത്തത്തിന്റെ പാതയിലാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു? അതിനുള്ള പശ്ചാത്തലം എന്താണ്? ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള കേരളത്തിന്റെ ഒരു ചിത്രം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റൊരു കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായിക്കൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയുണ്ടായി. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും മിക്കവാറും ഒപ്പിട്ട് കാണും. അങ്ങനെ MLA-മാർക്കും മന്ത്രിമാർക്കും കൊടുക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ ഇത്തരം ഒരു നിയമനിർമ്മാണത്തിന് ആവശ്യപ്പെടുന്ന ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നതിനുമായിട്ടുള്ള ഒരു ഒപ്പുശേഖരം നടത്തുകയുണ്ടായി. നവോത്ഥാന മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനും അത്തരം പ്രാദേശികമായിട്ടുള്ള നവോത്ഥാന നായകരെ ഓർമ്മിക്കുന്നതിനുമായിട്ടുള്ള നവോത്ഥാന സദസ്സുകൾ നടത്തുകയുണ്ടായി. ഒട്ടേറെ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ കലാജാഥ കടന്നു വരുന്നത്. ഈ കലാജാഥ
ഈ കലാജാഥയെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. കാരണം കലാജാഥ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളോട് നേരിട്ട് സംവദിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കലാജാഥ നിങ്ങളോട് നേരിട്ട് സംവദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ കലാജാഥയുടെ രചന നിർവഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ നാടകത്തിൽ നാട്ടുപച്ച എന്ന് പറയുന്ന ഈ നാടകത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് സുരേഷ് കുമാർ ശ്രീസ്ത എന്ന് പറയുന്ന പ്രശസ്ത നാടക കലാകാരനാണ്. മനോജ് നാരായണൻ എന്ന് പറയുന്ന അതിപ്രശസ്തനായ സംവിധായകനാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കരുവല്ലൂർ മുരളി, ഹരി ചെറായി, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് പരിഷത്ത് ഇതിനു മുമ്പും ഒട്ടേറെ നാടക സങ്കേതങ്ങൾ, പുതിയ നാടക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ആശയങ്ങൾ എത്തിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. ഇത് സാൻഡ്വിച്ച് രീതിയിലുള്ള ഒരു നാടകമാണ്. അതുകൊണ്ട് ഇത് ഏറ്റവും നന്നായിട്ട് ഈ നാടകം ആസ്വദിക്കാൻ കഴിയുക. ഇതിന് 2 ഫേസാണുള്ളത്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഇങ്ങനെ 2 വശങ്ങളിൽ ഇരുന്നാണ് ഈ നാടകത്തിനെ ആസ്വദിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആളുകൾ ഈ 2 സൈഡിലേക്ക് കേന്ദ്രീകരിച്ച് ഈ നാടകം കാണാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നാടകം വളരെ ക്ലോസ് ആയിട്ട് കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് 2 കാർപ്പറ്റുകൾ നമ്മൾ ഇതിനകത്ത് വിരിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങോട്ട് ഈ കാർപ്പറ്റിലേക്ക് കുറച്ച് പേര് കടന്നിരുന്നാൽ അത് നാടകത്തിന്റെ വിജയത്തിന് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. പ്ലീസ്. കസേര വേണ്ട, അവിടെ ഇരിക്കാൻ. പരമാവധി ആളുകൾ ഇതിനകത്തേക്ക് കയറിയിരിക്കുക. അതുപോലെ തന്നെ കസേരകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അടുത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമുള്ള മൊബൈലുകൾ തൽക്കാലത്തേക്ക് ഈ നാടകത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് അത് സൈലന്റ് മോഡിലേക്ക് മാറ്റണം. എല്ലാവരും കുറച്ച് സമയത്തേക്കാണ്, നമ്മൾ പല ഇതുള്ള ആളുകളാണ്. പക്ഷേ ഈ പറഞ്ഞാൽ നമ്മുടെ മൊബൈലുകൾ സൈലന്റ് മോഡിലേക്ക് മാറ്റാം. സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല, സൈലന്റ് മോഡിലേക്ക് മാറ്റാം നമ്മുടെ ശബ്ദം വേണ്ടിയിട്ട്. എന്തായാലും ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അഭിമാനപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് നാടകം നാട്ടുപച്ച. ഈ നാടകം ഇവിടെ കേരളത്തിൽ 11 സംഘങ്ങളാണ് 14 ജില്ലകളിൽ അവതരിപ്പിക്കുന്നത്. ഇന്നിവിടെ ഈ നാടകം നടക്കുമ്പോൾ മറ്റ് 11 സ്ഥലത്ത് കൂടി ഇത് അവതരിപ്പിക്കപ്പെടുകയാണ്, ഇതേ നാടകം. അതുപോലെ ഈ നാടകം തൃശൂർ ജില്ലയിലെ കലാകാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തൃശൂർ ജില്ലയിലെ വിവിധ സ്ഥലത്തുള്ള കലാകാരന്മാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. എന്തായാലും ഈ നാടകത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നാടകം തുടങ്ങുന്നു. നാട്ടുപച്ച. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രകലാജാഥ നാടകം നാട്ടുപച്ച ശാന്തമ്മേ ഒരക്കത്തിന് പോയി. ഈ ലോട്ടറി അടിച്ചാൽ എന്തിനാ മനുഷ്യൻ നിങ്ങൾ ഈ പത്രം വലിച്ചെറിയുന്നത്? ഇത് കണ്ടെത്തുന്നത് നിങ്ങൾക്ക് അടിക്കാൻ വേണ്ടിട്ട് ലോട്ടറി ഉണ്ടാക്കിയിരുന്നെ. അങ്ങനെ തന്നെ വേണം. ഇത് അടിക്കാണ്ടിരുന്നാലും നിങ്ങളുടെ ഈ ഭ്രാന്ത് നിൽക്കുള്ളൂ. ശാന്തമ്മ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? ഓ, ഇതിന് വലിയ ഭ്രാന്തിന് വരാനുണ്ടോ? എടുത്താ അപ്പം കണക്കും വെച്ച് ലോട്ടറി വാങ്ങി കൂട്ടിയിട്ട് 5 രൂപയുടെ ടിക്കറ്റെങ്കിലും ഇതുവരെ അടിച്ചിട്ടുണ്ടോ മനുഷ്യ?
ഈ കണക്കുകളൊക്കെ തൽക്കാലം തെറ്റുന്ന കണക്കുകളാ. പക്ഷെ കുമാരന്റെ ഈ കണക്ക് അത് തെറ്റൂല. കുഞ്ഞുനാളില് കൊടകിന്ന് അപ്പ പഠിപ്പിച്ച കണക്കാ. 4 ಒಂದಿಲಿ 4, 4 2 8, 4 ಮುಂದಿಲಿ 12, 4 4 16. വല്ലതും മനസ്സിലായ? അയ്യോ മനസ്സിലായേ. 1 4 4, 2 4 8, 3 4 12, 4 4 16. 4 ಒಂದಲಿ 4, 4 2 8, 4 ಮುಂದಲಿ 12, 4 4 16. ശാന്തമ്മേ, ശാന്തമ്മോ, കണ്ട കുമാരന്റെ സ്വപ്നം? ഓ ഒരു സ്വപ്നം. അന്ന് നഗരത്തിൽ നിന്ന് കണ്ട കുഞ്ഞുമോൻ പറഞ്ഞ കാര്യം ഞാൻ അങ്ങ് തീരുമാനിച്ചു. എന്ത്? ഈ വീടും പറമ്പ് അങ്ങ് വിൽക്കാം. എന്നിട്ട് ഇതിടിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ആ കണ്ടശാങ്കടവിനക്കരെ നമ്മളൊരു പറമ്പ് വാങ്ങും. അതിൽ വെക്കുന്ന വീടിന്റെ പ്ലാനാ ഇത്. ഇത് കാർ പോർച്ച്, മുന്നില് വലിയ പട്ടിക്കൂട, ഇരുവശത്തും വലിയ പൂന്തോട്ടം, 4 ബെഡ്റൂമാ, സ്ഥലം, പൂജാമുറി അറ്റാച്ചഡ്. ശാന്തമ്മേ, മോൾ ഉണ്ണിമായ പഠിച്ചു ഡോക്ടറായാലേ ഒരു അന്തസ് വേണ്ടേ? ഇനി കുളിക്കണ്ട. കുളിക്കണ്ടേ? ആ അതല്ല, നാട്ടുകാര് കാണെ പുഴയിലിറങ്ങി കുളിക്കണ്ടെന്നാ പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യും മനുഷ്യ? 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട്ടില് 3000 സ്ക്വയർ ഫീറ്റിന്റെ സ്വിമ്മിംഗ് പൂള്, എങ്ങനെയുണ്ട് കുമാരന്റെ സ്വപ്നം? സ്വപ്നങ്ങളൊക്കെ നല്ലതാ, പക്ഷെ നടക്കുന്ന സ്വപ്നങ്ങളൊക്കെ സുഖമുള്ളൂ. മായ ഉണ്ണിമോളെ +2 ആയതല്ലോ, അവള് പരീക്ഷ പാസ്സാവട്ടെ. പിന്നെ ഈ കണ്ടശാങ്കടവില് സുഖമുള്ള കാറ്റൊന്നും വേറെ ഒത്തിരി കിട്ടില്ല കുമാരേട്ടാ. അത് ഏത് കുഞ്ഞുമോൻ പറഞ്ഞാലും. ഇതാ നിന്റെ കുഴപ്പം, നാടിനൊപ്പം മാറാൻ അറിയില്ല. ഈ കുമാരൻ കാണുന്ന സ്വപ്നങ്ങളും എന്റെ കണക്കുകളുമാണ് ഈ കുമാരന്റെ ജീവിതം. ശാന്തമ്മേ, ഗണിതം തെറ്റൂല. നല്ല പടക്കണയില്ല പാപ്പുട്ടിക്ക വന്നേക്കണേ, എല്ലാരും വരി. പാപ്പുട്ടിക്ക എന്താ വൈകിയേ? എന്റെ കുമാര, ഇതൊന്ന് വിറ്റ് തീർക്കണ ചത്ര വീട് കേറി ഇറങ്ങണോ? അല്ല കുമാര, എന്തായി എന്റെ ലോട്ടറി എല്ലാം നടക്കുവോ? പിന്നെ നടക്കും. എന്റെ ബാപ്പുട്ടിക്ക നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടാ? ഇങ്ങേരെ മുടിക്കണ കാശ് ഉണ്ടായിരുന്നെങ്കില് ബാപ്പുട്ടിക്കാണെങ്കിൽ എന്തിനാണ് മത്തി മേടിച്ചെങ്കില് അതെങ്കിലും വൈറ്റ് കിടന്നേ. നിർത്തി ഞാൻ പറയുമ്പോഴല്ലേ പെശുള്ളൂ. ബാപ്പുട്ടിക്ക മീൻ ശാന്തമ്മു നല്ല അല്ലുവാക്കന്തം പോലെ തൈല. ശാന്തമ്മ പോയി ഒരു പാത്രം എടുത്തിട്ട് വാ, 2 അയില ബാപ്പുട്ടിക്കാന്റെ വക. പ്ലാസ്റ്റിക് സഞ്ചില്ലേ? എന്റെ കുമാര, നമ്മള് ചെയ്യണത് ഒരു ചെറിയ കാര്യാച്ചാലും അത് ഈ ഭൂമിയിലോട് ചെയ്യുന്ന വലിയൊരു കാര്യ. എന്ത്? പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി അങ്ങോട്ട് ഒഴിവാക്ക. അതുകൊണ്ട് മീൻ വാങ്ങിക്കാവുന്നവരോട് ബാപ്പുട്ടിക്ക പറയും ഒരു പാത്രം അങ്ങോട്ട് തൊളിയുന്നു. ശാന്തമ്മോ ഇതങ്ങോട്ട് പിടി, നല്ലോണം കയറി വെക്കിട്ടാ. കുമാര, ഇപ്പൊ എങ്ങനെയുണ്ട്? കൊടുക്കണ ഞമ്മക്കൊരു സുഖം, ഈ നാടിനൊരു സുഖം. നമ്മള് പോട്ടപ്പാ. ശരി. അല്ല കുമാര, എന്തായി ടൗണില് പറമ്പ് വാങ്ങണ കാര്യം? ആ കണക്കൊന്നും ശരിയാവില്ലേ കണക്കുകള്, ഈ ദുനിയാവിന്റെ കണക്കുകളെ. ബാപ്പുട്ടിക്ക, കണക്കില്ലാത്ത ലോകമുണ്ടോ? അത് ഇജ്ജ് പറഞ്ഞ് നേരാട്ടാ. ഇജ്ജ് വരയ്ക്കണ അത്ര പ്ലാനിന്റെ അത്ര വലുപ്പമില്ലാച്ചാലും നമുക്കുണ്ട് ചെറിയ കണക്കൂട്ടില്. എന്ത്? ഈ കൊട്ടയിലുള്ള 120 അയില കേടാവണേക്കാൾ 30 വിറ്റ് തീർക്കാന്നുള്ള കണക്ക്. പിന്നെ ഉമ്മയില്ലാത്ത മോൾക്കും ഓള് വളർത്തുന്ന ആട്ടിൻകുട്ടിക്കും പള്ളം നിറച്ച് തിന്ന എന്തെങ്കിലും ഇത്തിരി സാമാനങ്ങള് നമ്മളെ കണക്ക് തരുന്നപ്പാ. കുമാരൻ ഞങ്ങൾ പോട്ടെ. ഗണിതം തെറ്റൂ? ഗണിതം തെറ്റൂല.
നേരം ഒരുപാട് വൈകി. കണ്ടശങ്ങളവിലെ അവസാനത്തെ ആള് വന്നുപോയി. ഇനി എന്തായാലും കടവ് കെട്ടി വീട്ടിലേക്ക് മടങ്ങാം. അല്ല, ആണ്ടിയേട്ടൻ വന്നില്ലല്ലോ. ആണ്ടിയേട്ടോ, ഗോപാലൻ പോവാട്ടോ. ഇതാ എന്നും പതിവ്. ഇനി ആണ്ടിയേട്ടൻ ഉണ്ടാവും ഈ കണ്ടശങ്കടം. നേരം വെളുക്കുന്നത് ഒരു കാവലായി. ആണ്ടിയേട്ടാ, നല്ല ചൂട്, നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോവാ. എന്നും രാത്രി ഈ കടവില് ഈ വിളക്കുമരത്തില് ആണ്ടി ഒരു നാന്തല് കത്തിച്ചു വെക്കും. പിന്നെ ആ വെളിച്ചത്തിന് മുന്നിലൂടെ മാത്രമേ ഒരു വണ്ട് പോലും ഈ കണ്ട ചാങ്കടവിലേക്ക് പറന്നു വരൂ. ചെറുപ്പം മുതലേ ആണ്ടി ശീലിച്ച ശീലം. അച്ഛനുള്ള കാലം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത യോദ്ധാക്കളുടെ സമരഭൂമിയായിരുന്നു നമ്മുടെ ഈ കണ്ടശാങ്കടവ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക! മഹാത്മാഗാന്ധി! ഭാരത് മാതാ! പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച കാലം, അന്ന് സഖാക്കളുടെ ഒളിത്താവളമായിരുന്നു നമ്മുടെ ഈ നാട്. ഇൻക്വിലാബ് സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! എന്നും നാടിനെ കാക്കുന്നവരെ സംരക്ഷിക്കാൻ അച്ഛൻ കത്തിച്ചു തുടങ്ങിയ വിളക്കാത് ഒരു കാവൽ മാടത്തിന്റെ വെളിച്ചം. കുരുമുളക് ചോദിച്ചു വന്നവർ നാടിന്റെ പിരീടും സ്വപ്നം മെതിച്ച കാലം. കുരുമുളക് ചോദിച്ചു വന്നവർ നാടിന്റെ പിരീടും സ്വപ്നം മെതിച്ച കാലം. പിരിയുന്ന കനലിന്റെ സൂര്യവെട്ടം നെഞ്ചിലടവച്ചു വിരിയിച്ച നാട്ടുപച്ച. എരിയുന്ന കനലിന്റെ സൂര്യവെട്ടം നെഞ്ചിലടവച്ചു വിരിയിച്ച നാട്ടുപച്ച. നാടിന്റെ നെഞ്ചിലൂടൊഴുകുന്ന നീർച്ചോല ആയിരം സ്വാതന്ത്ര്യ ഗീതി പാടി. നാടിന്റെ നെഞ്ചിലൂടൊഴുകുന്ന നീർച്ചോല ആയിരം സ്വാതന്ത്ര്യ ഗീതി പാടി. ആയിരം സ്വാതന്ത്ര്യ ഗീതി പാടി. ആയിരം സ്വാതന്ത്ര്യ ഗീതി പാടി. സൈനബ, അനക്ക് പശുക്കനുണ്ടാ? ഇത് തിന്നോളെ. തിന്ന് സൈനബ. ഇതാടെ നീ ഒരു ബുദ്ധൂസ് തന്നെ. എന്ത് പറഞ്ഞാലും ഒരു ഉത്തരം മാത്രം ബേ ബേന്ന്. പെണങ്ങല്ല സൈനബ. കൂടെ തിന്നു. പിന്നെ സൈനബ, അനക്കൊരു വർത്താനം കേൾക്കണം. ഇന്നലെ ക്ലാസ്സില് മാസം നിർബന്ധിച്ചപ്പോ നമ്മളൊരു പാട്ട് പാടി, നല്ലൊരു കെസ് പാട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ മാസ് പറയാ നമ്മള് വലിയൊരു പാട്ടുകാരിയാവുന്നു. നമ്മളും ഇടയ്ക്ക് കിനാവ് കാണാറുണ്ട് നമ്മള് വലിയൊരു പാട്ടുകാരിയാവുന്നു. എന്താ സൈനബ, അനക്ക് സന്തോഷായ? ഇത് കൂടെ തിന്നോളി. എന്താപ്പ കഥ? ഇത് വൈക്കും തീർന്നില്ലേ രണ്ടാളുടെയും പുന്നാരം? നേരെ എത്രയായിന്നറിയോ മോളെ? റാബിയ, ഇത് കൊണ്ടുപോയി കാര്യം വയ്ക്കും. സൈനബാ, എന്താടി എനിക്കൊരു ഗൗരവം? ഇതെങ്ങനെയാ വെക്കണേ? അതെന്റെ ഇഷ്ടം പോലെ വെച്ചോ. പച്ചെങ്കിൽ പെട്ടെന്ന് വേണം. പാപ്പയ്ക്ക് നല്ല വിശപ്പുണ്ട് മോളെ. ചെല്ലടി, അന്റെ ചങ്ങായിയല്ലേ വിളിക്കണേ. ചെല്ലി അടക്കങ്ങനെ. ഓളുടെ ഉമ്മ ഉണ്ടായിരുന്നപ്പോ എപ്പോഴും പറയും, ബാപ്പുട്ടിക്ക ഇവിടെ മോളെ എത്ര നന്നായിട്ടാ പാടണേ, ഓളെ നമുക്ക് വലിയൊരു പാട്ടുകാരി ആക്കണമെന്ന്.
പക്ഷെങ്കി അന്നന്നത്തെ ചെലവിന് തന്നെ ബുദ്ധിമുട്ടണ നമ്മൾ എങ്ങനെയാ അവളുടെ ആശ നിറവേറ്റ ഓക്കെ വിധി ഉണ്ടിച്ചോ നടക്കും. പാപ്പുട്ടിക്ക എന്താ ഉണ്ണിമായേ, എന്താ എന്റെ മൊത്തൊരു വിഷമം? ഉണ്ണിമായ്ക്ക് പേടിയാവോ പാപ്പുട്ടിക്ക? എന്തിന്? പാപ്പുട്ടിക്ക ഒന്ന് അച്ഛനോട് പറയോ? എന്ത് പറയാന്ന്? എന്റെ വീടും പറമ്പൊന്ന് വിൽക്കണ്ടാന്ന്. മോളെ ഉണ്ണിമായെ, എന്റെ അച്ഛൻ കുമാരുണ്ടല്ലോ, എടുത്താ പൊങ്ങാത്ത കണക്കോളായിട്ടാ ജീവിക്കണേ. ഓനോട് നമ്മള് പറഞ്ഞ കേക്കോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് ആരൊക്കെയോ വന്നിരുന്ന വീട് നോക്കാൻ വേണ്ടിട്ട് ഉണ്ണിമായ്ക്ക് ഇവിടുന്ന് പോകണ്ട പാപ്പുട്ടിക്ക. എനിക്ക് ഇങ്ങള് റാബിയൊക്കെ മതി. എന്റെ കുട്ടിയച്ച് കാര്യമൊന്നും വേണ്ട. ഈ ബാപ്പുട്ടിക്ക എല്ലാത്തിനും ഒരു വഴി കണ്ടെത്താം പോലെ. ജാതി അകത്തേക്ക് ചെല്ലി അന്റെ ചങ്ങായി അവിടെ നിന്നിട്ട് മീനായിട്ട് ഒപ്പന കളിക്കണ്ടാവും. ചതിയല്ലേ മോളെ, ഈ കൊട്ടങ്ങട് പിടിച്ചോ. അല്ല അടക്കങ്ങട് എന്തൊരു ഭംഗിയായി ഗ്രാമത്തിന്. ചുറ്റുമൊഴുകുന്ന പുഴ, പച്ചവിരിപ്പിട്ട പാടം, കുളിർ കാറ്റ്. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. എന്തും വിളയുന്ന മണ്ണ്. ആരാ? ആ, ഞാൻ കുഞ്ഞുമോൻ. നിങ്ങള് ആണ്ടി എന്താ ഇവിടെ? വെറുതെ ചെറിയ കച്ചവടത്തിന് എന്തും വാങ്ങും വിൽക്കും. അതൊന്നും എന്തെങ്കിലുമൊക്കെ കിട്ടും. ഈ കുമാരന്റെ വീട് എവിടെയാ? കുമാരൻ ഡോക്ടർ കുമാരൻ നേരെ പോയി അടുത്തോട്ട് തിരിഞ്ഞ മൂന്നാമത്തെ വീടാണ്. ആ, ഈ വിളക്ക് അല്ല, വാങ്ങാനല്ല, ഈ വിളക്ക് കാലൊരു ശക്തിക്കുറവുണ്ടോന്നൊരു സംശയം. ഒരു കാറ്റ് വന്നാ ചിലപ്പോ അത് വീഴും. വിളക്ക് മരം വീണ വെളിച്ചം കെടും. അല്ല, കുഞ്ഞമ്മ പറഞ്ഞതേ ഉള്ളൂ. ശരി. ഇല്ല, ഒരു കാറ്റിനും ആണ്ടി കൊളുത്തിയ വിളക്ക് കെടുത്താൻ പറ്റൂല. അതിന് പ്രാണൻ പോകുന്നവരെ കാവൽ നിൽക്കും, ഉറങ്ങാതെ. ഒരു കണ്ണുറങ്ങാതെ കാവൽ നിൽക്കുന്നുണ്ട് നാടിൻ വിളക്കുമാടത്തിൽ. ഒരു കരൽ ചാരത്തിരടിയിൽ തിളങ്ങുന്ന ഓർമ്മകൾ ഉണർത്തുന്ന കാറ്റിൽ. ഒരു താരമിപ്പഴമുദിച്ചു നിൽക്കുന്നുണ്ട് കരിമോടി നിൽക്കുന്ന രാവിൽ. ഒരു സ്വപ്നമിപ്പോഴും കഥയിട്ട് നിൽക്കുന്നു പുലരിയുടെ വായ്ത്തലച്ചൂടിൽ. പുലരിയുടെ വായ്ത്തലച്ചൂടിൽ. കുമാരേട്ടാ, കുമാരേട്ടാ, ഒടുക്ക നിങ്ങളുടെ പ്ലാനുകൾ കണക്കുകളൊക്കെ വിജയിച്ചു. ആ, ശാന്തേച്ചി, നമ്മുടെ ടൗണിനടുത്തുള്ള സ്ഥലം അതൊരു ഭാഗ്യാണ്. വിലയൊത്തു വന്നിരിക്കുന്നു. ആണോ? ആ, ഇനി ആദ്യം തന്നെ വിൽക്ക, എന്നിട്ട് അത് വാങ്ങ. വിൽക്ക, വാങ്ങ, വാങ്ങ, വിൽക്ക, വിൽക്ക, വാങ്ങ, വാങ്ങ, വിൽക്ക, വിൽക്ക, വാങ്ങ, വാങ്ങ, വിൽക്ക, വിൽക്ക, വാങ്ങ. എന്നിട്ട് പൊന്നു വിലക്ക് അതും മറിച്ച് കിട്ടിട്ട് ടൗണിലെ കുമാരേട്ടൻ ഒരു വില്ല വാങ്ങ. പിന്നെ കുമാരേട്ടൻ ആരാ? രാജാവല്ല, രാജാവ്. രാജാവോ? ആ, രാജാ, 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 രാജാ. കുമാരൻ രാജാവ് അല്ല, രാജകുമാരൻ. രാജാവ് രാജ്യത്തിന് മനസ്സമാധാനം ഉണ്ട് ഇവിടെ. ശാന്തേ, ആണുങ്ങൾ കയറി സംസാരിക്കണം, പെണ്ണുങ്ങൾ കയറി സംസാരിക്കല്ലേ. മോനെ, എനിക്ക് പറയാനുള്ളതാ ഞാൻ പറഞ്ഞ്. ജീവിതം ഒന്നുള്ള കുമാരേട്ടാ, അത് ജീവിച്ച് തന്നെ തിരിക്കണം. ശാന്തേച്ചി, നമ്മൾ ടൗണിലാണെങ്കിൽ നമ്മുടെ മോൾ ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യപ്പല്ലേ കച്ചവടം തകർക്കില്ലേ? പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള MBBS. ഇനിയിപ്പോ അഥവാ പാസ്സായില്ലെങ്കിലേ അവള് പാസ്സാവും.
അതല്ല ഞാൻ പറഞ്ഞത്. ക്ലാസ്സോട് കൂടി പാസ്സായില്ലെങ്കിലേ നമുക്ക് ആ വില്ല വിറ്റ ലാഭം കൊണ്ട് നമുക്ക് ഇരിഞ്ഞാലിക്കൂടെ 2 പ്ലോട്ട് വാങ്ങിച്ചൂടെ? പിന്നെ അത് വിറ്റ ലാഭം കൊണ്ട് നമുക്ക് മാപ്രാന്തത്ത് 2 പ്ലോട്ട് വാങ്ങിച്ചൂടെ? പിന്നെ അത് വിറ്റ ലാഭം കൊണ്ട് നമുക്ക് ഈ പുല്ലൂരിൽ 8 പ്ലോട്ട് വാങ്ങിച്ചൂടെ? പിന്നെ അത് വിറ്റ ലാഭം കൊണ്ട് നമുക്ക് തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരു 10 പ്ലോട്ട് വാങ്ങിച്ചൂടെ? ഇപ്പൊ എത്ര പ്ലോട്ടായി ശാന്തമ്മേ? ഇപ്പൊ എത്ര പ്ലോട്ടായി? എനിക്കറിയില്ല മനുഷ്യ. എത്ര പ്ലോട്ടായി കുഞ്ഞുമോനെ? എത്ര പ്ലോട്ടായാലും ഇതിന്റെയൊക്കെ ലാഭം കോടികളല്ലേ. അതിന്റെ ഒരു 10% പോരാ നമ്മുടെ മോൾക്ക് അഡ്മിഷൻ കിട്ടാൻ. അത് ശരിയാ, അത് ശരിയാ. ശാന്തപ്പേ കേട്ടില്ലേ കുഞ്ഞുമോന്റെ കണക്ക്? ആ കണക്കിലാ കുമാരന്റെ സ്വപ്നങ്ങൾ വരയ്ക്കുന്നത്. അപ്പഴേ നമുക്ക് ഒരാഴ്ച കൊണ്ട് എല്ലാം തീർക്കല്ലേ? പേപ്പേഴ്സ് ഒക്കെ റെഡി വെച്ചു. അപ്പൊ ഞാൻ അയ്യോ ഒരു കാര്യം മറന്നു തരാൻ പറഞ്ഞതാ. എന്താ ഇന്നാളെ തരണം വിചാരിച്ചതാ, പക്ഷെ അന്ന് സമയം കിട്ടിയില്ല. എന്തത്? വലംപിരി ശംഖ്. ആ വലംപിരി ശംഖ് പേര് കേട്ട ത്രയംബകനാഥൻ സിദ്ധൻ തന്നതാ. ഇതൊന്ന് വീട്ടിലുണ്ടെങ്കിലേ ഐശ്വര്യം ഇങ്ങനെ കുന്നുകൂടി വരും. പിന്നെ എന്താ വില? ഒരു ഐശ്വര്യത്തിന്റെ കാര്യം പറയുമ്പോ ഈ നക്കാവിച്ച പറയല കുമാരേട്ടാ. ഇതിന് ഒരു 9,999 പൈസ. ആ അത്രേ ഉള്ളൂ. ഇതിന്റെ പൈസ കുമാരൻ തരണ്ട. നമ്മുടെ കച്ചവടത്തിന്റെ കമ്മീഷനില്ലേ അത് ഞാൻ കുറച്ചോളാം. ഇതോടെ വെറുതെ അതൊന്നും പറയാണ്ടാണ് കയ്യിൽ കിട്ടിയ ഐശ്വര്യം. സന്ദേശി അതിന്റെ ഒരു ഐശ്വര്യം കണ്ടില്ലേ? ഒരു കുളിയൊന്നുമില്ല കുമാരേട്ടാ. അത് ഐശ്വര്യത്തിന്റെ ലക്ഷണാട്ടാ. അപ്പൊ ഞാൻ കേട്ടോ കുമാരേട്ടാ, ഒരാഴ്ചയോടെ നമുക്ക് എല്ലാം അറിയാം. ഇടുക്കി മരടാ മോള് മെടിക്കാനേട്ടോ. നല്ല കുട്ടി. അപ്പൊ മരടാ അടുത്താഴ്ച എനിക്കൊന്നും കേൾക്കണ്ട. പറയാനുള്ള പ്രായം ഉണ്ണിമായ്ക്ക് അറിയില്ല. എന്നാലും പറയാ, ഈ വീട് വെച്ചിട്ട് എനിക്ക് ഡോക്ടർ ആവണ്ട. ഉണ്ണിമായെ അച്ഛാ, എനിക്ക് ചരിത്രം പഠിച്ചാൽ മതി. നമ്മുടെ മണ്ണിന്റെ, നമ്മുടെ നാടിന്റെ ചരിത്രം. ചരിത്രം നീ ഡോക്ടറായി മതി. അമ്മയും മോളും കേൾക്കാൻ വേണ്ടി പറയാ. അല്ലെങ്കിലേ ഈ ഗണിതം തെറ്റും. ഇതിനൊക്കെ കാട്ടോണ്ടേ ഗോപാലട്ടെ ഈ ലോകത്തല്ലേ ജയിക്കണത്. ഇദ്ദേഹത്തെ അറിയാത്ത ആളുകളുണ്ടോ? ഇദ്ദേഹമല്ലേ മഹാമാന്ത്രികനും സിദ്ധനുമായ ത്രയംബകനാഥൻ. ഈ ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന മഹാത്മാവ്. അയാൾക്ക് എന്തിട്ട് ഇവിടെ കാര്യം? എന്തുട്ടത്? മഹാത്മാക്കൾക്ക് മഹാകാര്യങ്ങൾ പലതാണ്. ഒരു വള്ളക്കാരനായ ഇങ്ങനത്തെ വല്ലതും പറഞ്ഞ കാര്യം എന്താ? പിന്നെ ഈ തോണിയിൽ കയറാൻ നേരുന്ന ഒരു ജാതകം ഗോപാലേട്ടൻ നോക്കണ്ട കേടാ. ലോകത്തിലെല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. മാന്ത്രികന് സിദ്ധനുമല്ല നമ്മുടെ നാട്ടിലെന്താ കാര്യം? ഒരുപാട് വലിയ മനുഷ്യന്മാര് നല്ല ചിന്തകൾ കൊണ്ട് ഉഴുതുമറിച്ച മണ്ണായത്. അവിടെ ഇവർ
നല്ല റോസാപ്പൂ പോലുള്ള കോര മീനേ മീൻ മീൻ പാപ്പുട്ടിക്ക നിങ്ങൾ കണ്ടവരെ കണ്ടു. ഒരു സാമിയും കൂടെ കള്ള ഹിമാറുണ്ട്. കണ്ടാ തന്നെ ഒരു കള്ള ലക്ഷണം. ഗോപാല അവിടെ കണ്ടശാങ്കടവില് വിശക്കാറ്റ് വീശോടോ. ആ മനുഷ്യത്വത്തിന്റെ വെളിച്ചം കാട്ടി മൺമറഞ്ഞു പോയ വലിയ മനുഷ്യന്മാരെ നിങ്ങളെ കാക്ക്. ഗോപാല നമ്മളെ പോട്ടിടൂ. നമ്മളെ കച്ചവടം കൂട്ടും. തങ്ങളെ കേറി പരിക്കട് എന്താണ് കേറി പരി വിട്ടോളി മെയ്യ വിട്ടോളി. തങ്ങളെ ബേജാറാവണ്ട, കച്ചവടമൊക്കെ ഞാൻ പറഞ്ഞുതരാം. പച്ച തണ്ണി പാനകലയ്ക്ക് മന്ദിരിച്ചൊരു നാലഞ്ചൂത്ത് കൂട്ടി വലിച്ചു കുടിച്ചാൽ മാറാത്തൊരു നീരമാർ പേര് മുട്ടിയ പെണ്ണുവരും ആസ്പത്രിയിലെ മരുന്നും വേണ്ട കീറി മുറിക്കാൻ നിൽക്കണ്ട വിജ്ഞാനത്തിലൊരായത്തേരി പച്ച തണ്ണി പാനകലയ്ക്ക് മന്ദിരിച്ചൊരു നാലഞ്ചൂത്ത് കച്ചവടം വാങ്ങാവിക്ക കച്ചവടം കച്ചവടം വാങ്ങാവിക്ക നീ കൽപ്പിക്കുമ്പോൾ മണത്തരിയും അരിമണിയും സാത്താനെയും സർപ്പത്തെയും രോഗത്തെയും മാറ്റും കർത്താവേ നീ കൽപ്പിക്കുമ്പോൾ ഈ മുട്ടൻ വടിയും രോഗത്തിന്റെ നായകനാം സാത്താനെയും തല്ലും സാത്താനെയും തല്ലും. ഹലോ അണ്ണേ, ഞാൻ കേരള കുഞ്ഞുമോൻ പേசுறേ. ടിന്റുമോനല്ല, കുഞ്ഞുമോൻ. കേരളാവിലെ പൊങ്കാല നടക്കുന്നത്. പൊങ്കാല സട്ടിക്കാല ഇഷ്ടിക്ക് 3 ലോട്ട് സീക്രം നടത്തും. പൊങ്കാല പെരുമ്പാമ്പല്ല, പൊങ്കാല സട്ടിക്കാല ഇഷ്ടിക കമ്മീഷൻ ഞാൻ ബാക്കിടാ. ഓക്കെടാ. വിക്ക വാങ്ങ കച്ചവടം വിക്ക കച്ചവടം ഓർമ്മണ്ടല്ല. ഓരേ വിക്ക വാങ്ങ കച്ചവടം തീരുന്ന ഹരിയോ സ്വാമി നമ്മുടെ കച്ചവടം. ഇത് വലംപിരിശങ്ക് സർവൈശ്വര്യത്തിന്റെയും വിളനിൽ. വലംപിരിശങ്ക് ഇതിന് വെറും 9,990 രൂപ 95 പൈസ. ഇത് അത്ഭുതമാല സൗന്ദര്യ വർദ്ധനവിൽ. അത്ഭുതമാല ഇതിന് വെറും 4,990 രൂപ 95 പൈസ. ഭക്ത, ഇത് ദീപ്തമോതിരം സന്താന സൗഭാഗ്യത്തിന്. ദീപ്തമോതിരം ഇതിന് വെറും 19,990 രൂപ 95 പൈസ. ഇപ്പൊ കിട്ടും. ഇത് കാമമോഹിതരഞ്ഞാണം. ഇണയെ ആകർഷിക്കാനും പ്രാപിക്കാനും കാമമോഹിതരഞ്ഞാണം. അപ്പോ വിക്ക വാങ്ങാ വാങ്ങ
നാം അറിയാതെ നമുക്കിടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇരുട്ട് മാറാൻ ഈ വെളിച്ചം പോരുന്നുണ്ടോ? കാണുന്നില്ലേ ആ പുഴയിലൂടെ ഒഴുകുന്നത് എന്റെ ശവശരീരം? ചെറുപ്പത്തിലെ അമ്മ മരിച്ചു ഞാൻ അച്ഛനും രണ്ടാനമ്മയ്ക്കും ഒരു ദുശകുനായി മറുവാക്ക് പറഞ്ഞപ്പോ അവർ രണ്ടുപേരും ചേർന്ന് പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. എന്റെ ഭ്രാന്ത് എന്റെ വീടിന്റെ ഐശ്വര്യക്കേടാണെന്ന്. അത് മാറ്റാൻ അച്ഛൻ ഇന്നലെ ഒരു സിദ്ധനെ കൊണ്ടുവന്നു. അയാൾ എന്നെ ഒരുപാട് വാർന്ന ലോകമേ പറ. എന്റെ ജന്മം ദുശകുനമായിരുന്നു. എന്റെ ജന്മം ദുശകുനമായിരുന്നു. എന്റെ ജന്മം ദുശകുനമായിരുന്നു. മനുഷ്യത്വത്തിന് ഇവിടെ ആരാ കാവല് നിൽക്കുക? ഞങ്ങളെ കരയാണ് നീതിയിട്ടെന്ന് പറഞ്ഞ് നമ്മളെ പുയ്യാപ്പളെ നടത്തിപ്പിച്ചപ്പോ നമ്മള് പറഞ്ഞ് ഓളെ പറ്റിക്കാണ്. അതിന് ആ ഉസ്താദ് കൂട്ടരും ചേർന്ന് നമ്മളെ എന്റെ പുയ്യാപ്പളന് എന്റെ കുട്ടികളെ മുന്നിൽ വെച്ച് നമ്മളെ നിങ്ങൾക്കറിയോ പഴയ കുട്ടികളെ രണ്ടാമത്തെ ശവം ഞമ്മളേതാ. അന്ധവിശ്വാസങ്ങൾക്കിടെയും അനാചാരങ്ങൾക്കിടെയും പ്രവർത്തിച്ച വേദകാലഘട്ടത്തിലെ ഒരു ആചാര്യനായ ചാർവാകനെ അന്നത്തെ പൗരോഹിത്യം അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നത് ചരിത്രമാണ്. ചാർവാകൻ പറഞ്ഞു, ഇല്ല ദൈവം, ദേവശാപങ്ങൾ മിഥ്യകൾ, ഇല്ലില്ല ജാതി മതങ്ങൾ, പരേതർക്കു ചെന്നിരിക്കാൻ ഇല്ല സ്വർഗവും നരകവും, ഇല്ല പരമാത്മാവുമില്ല ആത്മമോക്ഷവും, മുജ്ജന്മമില്ല പുനർജന്മമില്ല, ഒറ്റ ജന്മം നമുക്കീ ഒറ്റ ജീവിതം. സ്വർഗമെന്നൊന്നില്ല, മോക്ഷവുമില്ല, ഇല്ല പരലോകത്തിൽ ഒരു ആത്മാവുമില്ല, ഇല്ല. എല്ലാം ബുദ്ധിശൂന്യന്മാരുടെ ജീവിതമാർഗം മാത്രം. അതുകൊണ്ട് തന്നെ പിണ്ടകർമ്മം വേണ്ട, ബലി വേണ്ട. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, അതിലും വലിയ മറ്റൊരു കർമ്മമില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം.
വിശക്കുന്നവർക്ക് ഭക്ഷണം. കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് ആ മഹാനിത് പറഞ്ഞു. എന്നിട്ടും എത്രയോ അറിവുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ആളുകൾ എന്തേ മാറാത്തെ? ഇപ്പോഴും യാഗങ്ങളും ഹോമങ്ങളും നടക്കുന്നത് നമ്മുടെ ഈ നാട്ടിലല്ലേ? അധികാരം വെട്ടിപ്പിടിക്കാൻ വൻതോതിൽ ധനം ചെലവ് നടത്തിക്കൊണ്ടിരുന്ന കാലം തള്ളിക്കളഞ്ഞ യാഗങ്ങൾ പിന്നെ ആർക്ക് വേണ്ടി തിരിച്ചു കൊണ്ടുവരുന്നേ? ഇതൊക്കെ കാണുമ്പോ പേടിയാവാ. ഇത് മാറണം. ശാസ്ത്രത്തിന്റെ ലോകത്തിലേക്ക്, സത്യത്തിലേക്ക്. ശാസ്ത്രം നിലാവിന്റെ കുളിരല്ല, സൂര്യന്റെ കത്തിജ്വലിക്കുന്ന തീവെളിച്ചം. അന്ധവിശ്വാസവും അധികാരമോഹവും ആ വെളിച്ചത്തിന്റെ ശത്രുപക്ഷം. കുമാരേട്ടാ, ഇവനെല്ലാം ശരിയായി. കുഞ്ഞുമോനെ, ആ കമ്മീഷന്റെ കാര്യം കുറച്ച് അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ശാന്തമ്മോ, കൊടുവി എല്ലാം ശരിയായി. എന്ത് ശരിയായി? ആ കണ്ടശാങ്കടവിനക്കരെ ഒരു പൊന്നും പറമ്പ് കച്ചവടം ഉറപ്പിച്ചു. എല്ലാം ഈ വലംപിരി ശങ്കിന്റെ ഐശ്വര്യം. 6 മാസം കൊണ്ട് നമ്മളെ അതൊരു മാറ്റ കച്ചവടം നടത്തും, വളരെ ലാഭത്തോടെ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? കാൽക്കയില് മണ്ണ് ഇളകി പോകുന്നത്, ഈ നാടിന്റെ നന്മകളെ നമുക്ക് നഷ്ടമാവുന്നത്. വേണ്ട മാരേട്ടാ, വേണ്ട. വേണം. ഈ വീടിന്റെ കുടുംബദാനം ഞാനാ. പിന്നെ നമുക്കായി ഈശ്വരൻ കൊണ്ടുവന്നു തന്ന സമ്മാനമാണ് ഈ കുഞ്ഞുമോൻ. അല്ല, പൊന്നുമോൻ. ഞാനൊരു ചെറിയ ബ്രോക്കർ. കേൾക്ക്, നല്ല മനസ്സോടെ കേൾക്ക്. ഇതിലും വളരെ വിലക്കുറവിലെ ടൗണില് ഒരു വലിയ പറമ്പും ഒരു വലിയ വീടും കണ്ടുവച്ചിട്ടുണ്ട്. അതെ ശാന്തേച്ചി, അതെ. ഇനി ആദ്യം അങ്ങോട്ട് വിൽക്കാം, എന്നിട്ട് അത് വാങ്ങാം. ലാഭം ഉണ്ടാവുന്നതേ ലക്ഷങ്ങളാ. ആ ലക്ഷങ്ങളും ഞാൻ ബാങ്കിലിടും. എന്നിട്ട് ഞാൻ ഈ കരയില് ഒരു വീട് വാങ്ങും. അത് വിറ്റിട്ട് ഈ കരയില് ഞാൻ 2 സ്ഥലം വാങ്ങുന്നത്. 2 സ്ഥലം വാങ്ങിയിട്ട് ഒന്നിച്ച് വിറ്റ് ഇവിടെ ഞാൻ നല്ലൊരു വീട് പണിയും. പിന്നെ അതും വിൽക്കും. പിന്നെ ഞാൻ വേറെ വിൽക്കും. അതിന് ഭൂമിയോളം നല്ലൊരു വസ്തു വേറെ ഇല്ലേ ശാന്തമ്മേ? എന്റെ ചുണ്ടിലെ കണക്കുകളും ഞാൻ കാണുന്ന സ്വപ്നങ്ങളുമാണ് ഈ കുമാരന്റെ ജീവിതം. കുഞ്ഞുമോനെ, ഒരുപാട് നന്ദി. നിനക്കും ഈ വലംപിരി ശങ്കനും. വലംപിരി ശങ്കേ, കാത്തോളനെ. അപ്പൊ ശാന്തേച്ചി, ഞാനിവിടെ ഇറങ്ങാം. ഉണ്ണിമായേ, എന്താ റാബിയ? ശാന്തേടത്തി, ബാപ്പ പുതിയൊരു ആടിനെ കൂടി വാങ്ങി. സൈനബയ്ക്ക് കൂട്ടായില്ലോ. റാബിയ മനോഹരമായി പാട്ട് പാടുന്നുണ്ട്. പാട്ടെനിക്ക് ഇഷ്ടാട്ടോ, ഒരുപാട്. അല്ല, ബാപ്പ വാങ്ങിത്തന്ന ആട് ആണോ പെണ്ണോ? പെണ്ണാടിന്റെ ഇറച്ചിക്ക് നല്ല സ്വാദാ, ഒരു പ്രത്യേക സ്വാദ്. ആട് 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 പെണ്ണോട്. ഗോപാലേട്ടാ, എന്നെ എത്രയും പെട്ടെന്ന് നക്കരിക്ക്. ഗോപാലേട്ടൻ ആരോടും പറയാൻ നിൽക്കണ്ട. അല്ല, ഐശ്വര്യം വരികയാണെങ്കിൽ അതെന്റെ കുടുംബത്തിന് മാത്രം വന്നാൽ മതിയല്ലോ. അതിനു വേണ്ടിയിട്ട് കുടുംബശ്രീ ഉണ്ടായിരുന്ന ചിട്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചു. കുറച്ച് കാശ് പലിശക്ക് കൊടുത്തു. വന്ന് കയറാൻ പോണ സൗഭാഗ്യത്തിന് നമുക്കിതൊക്കെ കൊടുത്തു തീർക്കാലോ. നിനക്ക് വല്ല കാറ്റുണ്ട് രമേശ? ഗോപാലേട്ടങ്ങൾ ഇങ്ങനെ പറയല്ല, കാലതല്ലേ. നിങ്ങള് ഇന്നലെ പറഞ്ഞ നക്കരെ തീരെ കണ്ടാലറിയാത്ത കൊണ്ടാ പഠിച്ചു. നിക്ക് ഗോപാല, നിക്ക്, കടത്തിറക്കല്ലേ. ഒന്ന് വേഗം വാ എന്റെ സരോജിനി. ഇതാരും നമ്പ്യാരാണ്. എവിടേക്ക് നമ്പ്യാരാട്ടാ? ഗോപാല, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? മേലെ കാവില് സോമയാഗം നടക്കാണ്. മഴ പെയ്യിക്കാനും ഭൂമിയുടെ ഐശ്വര്യത്തിനും. മഴ പെയ്യിക്കാനും യാഗം. മുഖ്യ കാർമികൻ നോട്ടീസിലുണ്ട്. നോക്കട്ടെ ഗോപാല, മഴ പെയ്യുന്ന നോട്ടീസ്.
കഷ്ടം. സോമയാഗം നടത്തുന്ന യാഗത്തിനായ സിദ്ധനോടൊപ്പം നോട്ടീസിൽ മഹാത്മാക്കളുടെ പടം കൂടി വെച്ചിരിക്കുന്നു. കേരളത്തെ കേരളമാക്കിയ നവോത്ഥാന നായകരുടെ, ശ്രീനാരായണ ഗുരുവിന്റെ, അയ്യങ്കാളിയുടെ, ചട്ടമ്പി സ്വാമികളുടെ നോട്ടീസ് അച്ചടിച്ചതാ ഒരു മദ്യ മുതലാളി. വ്യഭിചരിക്കുന്ന കാലം. ഗോപാല, കടത്ത് കാര്യം കടത്ത്. ഈ സമയം വൈകിയതോണ്ട് മഴ കിട്ടാതെ പോകണ്ട, ഐശ്വര്യം കിട്ടാതെ പോകണ്ട. തിരിച്ചു നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാടേ, ഈ വിളക്കുമരം പാഴാവുകയാണോ? ഓഹോയ് 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 ഓഹോയ്. കുഞ്ഞുമോനെ, ദാ കണ്ടില്ലേ, ആട്ടിൻ പച്ചങ്ങളെ പോലെ ഒരു ഗ്രാമം മുഴുവൻ നമ്മളോട് ജാതിമത ഭേദമന്യേ പാവങ്ങൾ, ഒന്നും അറിയാത്തവർ. അതെ, വെളിച്ചത്തിന് മുന്നിലെ മഴപ്പാറ്റകളെ പോലെ. ഭക്തി ഒരു വിപണിയാകുമ്പോൾ ദൈവങ്ങൾ സമ്പന്നരാകുന്നു. പുതിയ കാലത്തിന്റെ സമവാക്യം. ചികിത്സയുടെ പേരിൽ സ്വന്തം മൂത്രം വരെ കുടിക്കുന്ന ജനങ്ങൾ. കഷ്ടം. പാവങ്ങൾ. വിശ്വാസവും കച്ചവടം വെച്ച് നമ്മൾ സമർത്ഥമായ ഒരുക്കിയ കെണിയിൽ അവർ വീണുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പണയം വെച്ചുകൊണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അല്ല, പടച്ചോൻ കാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അതുമല്ല, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുമോനെ, കണ്ടില്ലേ, അന്ധവിശ്വാസങ്ങൾക്ക് മുൻപിൽ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും വലിയ മതസൗഹാർദ്ദം. ഇനി ഈ മണ്ണ് നമ്മുടേതാ. അതെ, നമ്മുടേതും മാത്രം. ഒന്ന് പെട്ടെന്ന് നടക്കണ്ട സൈനബ. റാബിയ, ഹൈ, പേടിച്ചോ? ആദ്യമൊക്കെ കാണുമ്പോ എന്തൊരു പേടിയായിരുന്നു. ഇപ്പൊ അടുത്തിറങ്ങപ്പോ ആ പേടിയൊക്കെ മാറിയില്ലേ? ഞാൻ കൊണ്ടുവന്ന പാട്ടുകളൊക്കെ കേട്ടോ? ബാപ്പയോട് പറഞ്ഞു. ഇത് പഠിച്ചോനേ ഇല്ല. ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്നാ കേട്ടത്. കൊള്ളാലോ, മിടുക്കി. അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ കേട്ട് എന്റെ മോള് വലിയൊരു പാട്ടുകാരിയാവും. ഗതി കെട്ട ഒരു കാശ് മാത്രമേ ഉള്ളൂ ആശ്രയം. അല്ല മോളു, എന്റെ മോൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അതൊക്കെ ഈ ലോകത്ത് അറിയിക്കാൻ ഞാനൊരു നിമിത്തം മാത്രം. എന്റെ മോള് വലിയ പാട്ടുകാരിയാവും. അല്ല, ആക്കും ഞാൻ. നടക്കും. അതിനെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഇരു ചെവി അറിയാതെ അനുസരിക്കണം. പിന്നെ പാട്ട്, കെസ് പാട്ട്. താനനാനന 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 താനനാ താനനാനന 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 താനനാ. അയാള് കള്ളനാ, അയാളെ പേടിക്കണം. അത് ഉണ്ണിമായിക്ക് ബർക്കിനെ തോന്നുക. ഉണ്ണിമായുടെ വീട് വെക്കാൻ കാരണം കുമാരന്റെ അത്യാഗ്രഹം കൊണ്ടല്ലേ? അല്ലെങ്കിൽ എന്റെ കുഞ്ഞിക്ക് എന്ത് ചെയ്തിനി? റാബിയ മതി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഒരു കുറുക്കന്റെ കൗശല അയാൾക്ക്. ഓട്ടിച്ചോര കുടിക്കണ ഒരു കുറുക്കന്റെ കൗശലം. ഇല്ല, ഇനിയും നിസ്സംഗനായാൽ നാളെ ഈ നാടില്ലാതാകും. അതുകൊണ്ട് തടയണം. എല്ലാ ശക്തിയും എടുത്ത്
അതിന് ഈ മണ്ണിൽ ഓരോരുത്തരെയും മാറ്റണം. തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്ന ആ കാലടികളെ നന്മയിലേക്ക് നയിക്കണം. ആണ്ടേട്ടാ, അവസാനം എന്റെ വീടും പറമ്പൊക്കെ അച്ഛൻ കൊണ്ട് വിറ്റു. ഇനി ഒരു മാസം കൂടി എനിക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ആണ്ടേട്ടാ. ഉണ്ണിമാക്കി ഇവിടുത്തെ പോകണ്ട മോളെ. ഈ ആന്റിയേട്ടൻ ജീവനോടെ ഇരിക്കുമ്പോ എന്റെ പോലെ ഒരാൾ ഈ മണ്ണിൽ നിന്ന് ഇറക്കി വിടില്ല. ആന്റിയേട്ടനാ പറയുന്നത്. സമാധാനമായിപ്പോ. ഓളങ്ങൾ തുഴഞ്ഞു വന്നവരൊക്കെ ജേതാക്കളായ നാടാ നമ്മുടേത്. ഇല്ല, ചരിത്രം ഇനി ആവർത്തിക്കില്ല. നിൽക്ക. എങ്ങോട്ടാ? ആണ്ടി, ഇനി ഈ മണ്ണിൽ ഞാനൊരു അവകാശിയാ. എനിക്ക് പിറകെ ഒരുപാട് പേർ ഈ മണ്ണിലേക്ക് വരും. ഈ കുഞ്ഞുമോന്റെ മുഖത്തോടെ പുതിയ അവകാശങ്ങളുമായി. അവസാനം നിന്റെ ഈ വിളക്ക് കാലിന് വരെ. കുഞ്ഞുമോനെ, ഇതുവരെ ഈ ആന്റി എല്ലാം കണ്ടു നിന്നു. പക്ഷെ ഇനി എനിക്കതിനാവില്ല. ഈ നാട്ടിൽ പറയുന്ന എല്ലാ തെറ്റുകൾക്കും പറയൽ നീ എടുത്തുക. കുഞ്ഞുമോനെന്ന നീ വിടില്ല. നിന്നെ ഞാൻ വിടില്ല. നിന്നെ പൊളിച്ചു കാട്ടി ഈ നാടിനെ മൊത്തമായി നിനക്കെതിരെ നിർത്തും ഞാൻ. അതിനായി ആന ഇറങ്ങാം എന്റെ അവസാന പ്രാണനുമായി. അപ്പോ ഈ വൈകിക്കൂടാ. തോൺമരങ്ങൾ ഒന്നും ശല്യമാ. അവിടെ ആ തെക്കേ പോലെ നമ്മുടെ ആണ്ടിയായിട്ട് ആണ്ടി ഈ നാടിന്റെ വിളക്ക് കെട്ടുപോയല്ലോടോ. ഇനി ആണ്ടിയേട്ടനില്ലാത്ത കണ്ടശാക്കള് ആരെങ്കിലും റാബിയാനെ കണ്ടോ? എന്റെ റാബിയ ഇതുവരെ വന്നിട്ടില്ല. റാബിയ മോളെ റാബിയ.
പടച്ചോനെ. ഒരു രാത്രി പാണ്ഡ്യേട്ടന്റെ വിളക്ക് കത്തതായപ്പോ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ആ ഇരുട്ടിലൂടെ ആരെങ്കിലും നീന്തിക്കാതിരുന്നു. ആ വെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ. ബാബുടിക്ക, ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ വിഷമിക്കരുത്. ഓളെ ആ ടൗണില് ആ കുഞ്ഞുമോളെ അപ്പൊ കണ്ട ആൾക്കാരുണ്ട്. സോമ്യാസം പറയരുത്. ഒരു ഗതി കെട്ട മീൻകാരനാന്ന് കരുതി ആർക്കൊന്നും വിളിച്ചു പറയാന്ന. അല്ലെങ്കിൽ തന്നെ ഇന്റെ മോൾക്ക് ഹിമാൻ സംബന്ധ കാര്യം. കുമാരന്റെ കണക്കുകൾ പിഴച്ചു മോളെ. കുമാരൻ തോറ്റുപോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, കേട്ടില്ല. അപ്പോഴൊക്കെ അച്ഛന് സ്വപ്നങ്ങൾ മാത്രമായിരുന്നില്ലേ? വിറ്റ് വാങ്ങിയ പറമ്പ് ഏതോ റോഡിന് പോകുന്ന സ്ഥലമാ. അത് മറിച്ചു വിൽക്കാൻ കഴിയില്ല. സർക്കാർ ഏറ്റെടുക്കാൻ വെച്ചത്. അത് മറിച്ചു വെച്ച് അയാൾ എന്നെ ആ മണ്ണ് വാങ്ങിച്ചു. പകരം ഈ മണ്ണ് ഞാൻ അയാൾക്ക് എഴുതി കൊടുത്തു. ഇവിടെ താമസിക്കാനുള്ള അവധി ഈ ബുധനാഴ്ച തീരും മോളെ. ഈ ബുധനാഴ്ച തീരും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇറങ്ങിയേ പറ്റൂ. എങ്ങോട്ടേക്ക് ഇറങ്ങിയേ പറ്റൂ. അറിയില്ല, എനിക്കതറിയില്ല. ശാന്തമേ, എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? എല്ലാം തരുന്ന മലപ്പിരിശങ്കല്ലേ നമ്മുടെ കയ്യിലുള്ളത്. കുട്ടിക്ക് ഏത് വീടാ വേണ്ടത്? 3 നിലയിലെ വീട് വേണോ കുട്ടിക്ക്? AC റൂമും കാർ പോർട്ട് സ്വിമ്മിംഗ് പൂളുള്ള വീട് വേണം. അച്ഛന്റെ സ്വപ്ന വീടായിട്ടുള്ള വീട് വേണോ കുട്ടിക്ക്? ഏത് വീടാ വേണ്ടത് കുട്ടിക്ക്? ഏത് വീടാ വേണ്ടത്? ഓ എല്ലാം തരുന്ന സർവൈശ്വര്യങ്ങളും തരുന്ന വരപ്പിരിശങ്ക് എന്റെ കുമാരന്റെ ഭാഗ്യപുത്രം. അല്ല, ഇത് കുമാരന്റെ ശാപമുദ്രയാ. അവസാന സ്വപ്നം പോലും കാണാൻ കഴിയില്ലാത്ത കാര്യമില്ല. 4 ಒಂದಲಿ 4 4 2 8 4 ಮುಂದಲಿ 12 4 4 16. കുമാര, പുറത്തിറങ്ങ്. ഇനിയും കാത്തു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇനിയും ഇറങ്ങിയില്ലെങ്കിൽ എന്റെ ആളുകൾ നിന്റെ വീട്ടിൽ കയറും. കുഞ്ഞുമോനെ, ഇത്തിരി ദയ കുഞ്ഞുമോനെ, ഇത്തിരി ദയ. ആ വാങ്ങിയ സ്ഥലത്ത് ഒരു ഓതപ്പന്തൽ പോലും വെക്കാൻ അധികാരികൾ സമ്മതിക്കുന്നില്ല. ഇത്തിരി ദയ തരൂ കുമാര, ഇത്തിരി ദയ. സോറി കുമാര, സോറി. ഇനി അതൊന്നും എന്റെ പ്രശ്നമല്ല. കുമാരന്റെ സ്ഥലത്ത് ഞാൻ പണിയുന്നു. കുമാരന്റെ അപ്ര വീട്. അയ്യോ, ഇതെനിക്ക് വേണ്ടിയല്ല, അദ്ദേഹത്തിന് വേണ്ടി, ത്രയംബകനാഥന് വേണ്ടി. ഇനി ഇത് അദ്ദേഹത്തിന്റെ ആശ്രമ ഭൂമിയാണ്. ഇവിടുത്തെ ആത്മീയ ഭൂമി. വിൽക്കാവാങ്ങാൻ കച്ചവടം, വാങ്ങാവിൽക്കാൻ കച്ചവടം, വിൽക്കാവാങ്ങാൻ കച്ചവടം, വാങ്ങാവിൽക്കാൻ കച്ചവടം. കുഞ്ഞുമോനെ, അതൊക്കെ ഇനി മതിയായില്ല അല്ലെ? കള്ള ഹിമാരെ, ഒരു നാടിനെ മുഴുവൻ കുട്ടിച്ചോറിട്ട് ഇവിടെ സുഖിച്ച് വാഴാന്ന് കരുതിയോ? സമ്മതിക്കില്ല. വരുന്നതേ കണ്ടശങ്കടവിലെ ഇനിയും ചോര പറ്റാത്ത മനുഷ്യരാ. അവര് വരുന്നതേ അന്റെ സിദ്ധനെ പിടിച്ചു കെട്ടിട്ടാ.
എല്ലാം അറിഞ്ഞോണ്ട് കുഞ്ഞുമോനെ, നീ ഒന്നും പറയണ്ട. ആണ്ടിയേട്ടന്റെ മരണം ഞങ്ങളുടെ റാബിയ അന്ധവിശ്വാസത്തെ നിരകളായ രണ്ട് സഹോദരിമാർ തെളിവുകളൊന്നും നീ ബാക്കി വെച്ചില്ലെങ്കിലും നീ ആരാണെന്നും നിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇപ്പോ ഈ മണ്ണ് വെട്ടുമോ കുമാര? ഇനി അനക്ക് എന്തിനാണോ എന്റെ ഔദാര്യം? വരയ്ക്കുന്ന പ്ലാനിന്റെ അത്ര വരില്ല വെച്ചാലും ഒരു കുടുംബത്തിന് കഴിയാൻ ആ പുര മതി. ഈ ബാപ്പുട്ടിന്റെ പുര അവിടെ എന്റെ ഒരു കണക്കും തെറ്റൂലടോ. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അത്യാർത്തിയാ എല്ലാത്തിനും കാരണം. മനുഷ്യന്മാരുടെ ഉള്ളില് ഈ ആർത്തി ഉള്ളിടത്തോളം കാലം ഏതൊക്കെ മഹാന്മാര് എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോണില്ല. നമ്മുടെ ആണ്ടിയാട്ടം വിളക്ക് തെളിയിച്ച മണ്ണത്. ആ വെളിച്ചത്തില് നമ്മളെ അന്യോന്യം കണ്ടത് ഒരു ഉമ്മാക്ക് പറഞ്ഞ മക്കളായിട്ടാ. അതുകൊണ്ട് കുഞ്ഞുമാരെ ഇതല്ലേ അതോ ഞാൻ പോവാ. ഓണം അന്നെ നമ്മള് നിയമത്തിന്റെ മുമ്പിൽ ഏൽപ്പിക്കും. ചതിച്ച് നേടിയതെല്ലാം നമ്മളെ തിരിച്ചു പിടിക്കും. എന്നെങ്കിലും ഒരു മനുഷ്യനായി നീ മാറിയ അന്നെനിക്ക് ഇവിടെ തിരിച്ചു വരാം. അതുവരെ ഈ നാടിന്റെ വിഷമിത്ത നീ. അതുകൊണ്ട് മടങ്ങ മനുഷ്യനാവാൻ. ഇനി ആർക്ക് വേണ്ടിട്ട് നമ്മള് കാത്തിക്കണേ? ആണ്ടിയേട്ടന്റെ കെട്ടുപോയ ഈ വിളക്ക് നമുക്ക് വീണ്ടും തെളിയിക്കണ്ടേ? വേണം മക്കളെ. ഒരിക്കൽ തോറ്റുപോയാലോ നമ്മള്. പക്ഷെങ്കിൽ ഞാന്റെ മുമ്പിൽ നമ്മൾ തോക്കില്ല. ആണ്ടിയുടെ കത്തിച്ചു വെച്ച ഈ വിളക്ക് കെട്ടപ്പോഴാ നമ്മുടെ നാട്ടിലേക്ക് തെറ്റിന്റെ ഇരുട്ട് വന്നത്, അരുതായ്മകൾ ഉണ്ടായത്. ഇനി ഇതുണ്ടാവാതിരിക്കാൻ ആണ്ടിയുടെ തുടങ്ങി ഈ വിളക്ക് ഇവിടെ ഉണ്ണിമായ കത്തിച്ചു വെക്കും. നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ മണ്ണിന് വേണ്ടി, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമില്ലാത്ത യുക്തിചിന്തയും ശാസ്ത്രബോധവുമുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി. കരയാതെ ഇരുട്ടുവെട്ടി മുറിക്കാനീ തിരി അറിവിൻ കൈത്തിരി മതിയ